നമസ്കാരം. ഞാൻ വി. കെ. കൃഷ്ണകുമാർ. ആധുനിക കാലത്ത് യുവാക്കളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന മൊബൈൽ ഫോണിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഉപയോഗത്തെക്കുറിച്ച് നാം എല്ലാവരും ഉത്കണ്ഠാകുലരാണ്. സോഷ്യൽ മീഡിയയുടെ ഇത്തരത്തിലുള്ള ഉപയോഗത്തിൻ്റെ മായാവലയത്തിൽപ്പെട്ട് ജീവിതം തന്നെ നശിച്ചുപോയ 3 ചെറുപ്പക്കാരെ കുറിച്ചുള്ള കഥയാണ് ഞാൻ എഴുതിയ യു ആർ ഫേസ്ബുക്ക്ഡ് എന്ന ചെറുകഥ. നമുക്ക് കഥ ഒന്ന് കേട്ടു നോക്കാം. വിജേഷിന് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയാണ്. മിടുക്കനാണ്. എല്ലാ ജോലിയും കൃത്യമായി ചെയ്യും. അച്ചടക്കമായുള്ള പെരുമാറ്റം. എല്ലാവരുമായും നല്ല ഒത്തൊരുമയുള്ള പയ്യൻ. മാനേജ്മെന്റിന് വിജേഷിനെ നല്ല പോലെ ബോധിച്ചു. അവിടെയുള്ള ഒരാളുടെയും ബസ്സിൽ എന്നും കൂടെ യാത്ര ചെയ്യുന്ന മറ്റൊരാളുടെയും പ്രേരണയാൽ തൻ്റെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങി. അത് അയാളുടെ ജീവിതം മാറ്റിമറിച്ചു. വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം അറിഞ്ഞ് ജീവിച്ചിരുന്ന അയാളുടെ മുൻപിൽ അറിവിൻ്റെ സാധ്യതകളുടെ വിജ്ഞാനകോശം തുറക്കുകയായിരുന്നു. തന്നെപ്പോലെയുള്ള ചെറുപ്പക്കാർ എന്തൊക്കെ കാര്യത്തിലാണ് അഭിപ്രായം പറയുന്നത്, എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് തനിക്ക് ചുറ്റും നടക്കുന്നത് എന്നറിഞ്ഞ വിജേഷ് അത്ഭുതം കൂറി. ഫേസ്ബുക്കിൽ കണ്ട പല കാര്യങ്ങൾക്കും അയാൾ തൻ്റെ അഭിപ്രായം കുറിച്ചു. ചിലർ യോജിച്ചു, ചിലർ എതിർത്തു. ആ അഭിപ്രായ പ്രകടനങ്ങളിൽ അയാൾ പുതിയ ഒരു ലോകം കെട്ടിപ്പടുക്കുകയായിരുന്നു. ചിലരെ നന്നാക്കാൻ, ചിലരെ നേർവഴിക്ക് നടത്താൻ ഈ സൈബർ ലോകം ഉപയോഗിക്കാം എന്ന് അയാൾ കരുതി. ചതിക്കുഴികൾ അറിയാതെ അയാൾ മുന്നോട്ടു പോയി. ജോലിയിൽ ശ്രദ്ധ കുറഞ്ഞതിന് മാനേജറിൽ നിന്നും കേട്ട വഴക്ക് അയാളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. തൻ്റെ സൈബർ ലോകം തന്നെ അമാനുഷികനാക്കി എന്ന് അയാൾക്ക് തോന്നി. അയാൾ സ്വയം ഒരു പോരാളിയായി. പക്ഷേ ആ കവചം വിജേഷിന് സമ്മാനിച്ചത് എന്താണെന്നോ? ജയിൽ. സോന ഒരു +2 വിദ്യാർത്ഥിനിയാണ്. പഠിക്കാൻ മോശമൊന്നുമല്ല. അവളെ ഒരു ഡോക്ടറോ IAS കാരിയോ അങ്ങനെ നല്ല നിലയിൽ എത്തിക്കണം എന്ന വിചാരത്തോടെ വളർത്തുന്ന മാതാപിതാക്കൾ. വീട്ടിൽ കർക്കശക്കാരനായ അച്ഛൻ പക്ഷേ അവൾക്കൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്തു. അത് അവൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനാണ്. ഇപ്പോഴത്തെ സ്കൂൾ പഠിത്തമൊക്കെ കണക്കാ. അച്യുതൻ തൻ്റെ സഹപ്രവർത്തകൻ പറഞ്ഞ വാക്കുകൾ ഓർത്തു. അതെ, അവൾ കൂടുതൽ ലോകം കാണട്ടെ, അറിവ് നേടട്ടെ. ഒഴിവ് ദിവസങ്ങളിൽ മകൾ കമ്പ്യൂട്ടറിൽ നിന്നും അറിഞ്ഞ അറിവുകൾ നിരത്തി അച്ഛനോട് സംസാരിക്കും. അമ്മയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും എല്ലാം കേട്ടിരിക്കും. ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച്, സയൻസിലെ പുരോഗതിയെക്കുറിച്ച്, ഐക്യരാഷ്ട്രസഭ എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച്, എന്തെല്ലാം കാര്യങ്ങളാണ് ആ കൊച്ചു തലയിൽ. അച്യുതൻ ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ മകൾ ഒരു ഉയർന്ന നിലയിലെത്തും തീർച്ച. സോന രാത്രികളിൽ ഉണർന്നിരുന്ന് കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് അവർ അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ പോയിക്കൊണ്ടിരുന്ന വഴികളെക്കുറിച്ച് അവർ അറിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ പുതിയ കൂട്ടുകാരനെ കുറിച്ച് അവർക്ക് അറിവ് കിട്ടിയില്ല. ഫേസ്ബുക്കിൽ അവൾ കണ്ടുമുട്ടിയ ആ സുഹൃത്ത് അവളെ തെറ്റിന്റെ വഴിയെ നടക്കാൻ പ്രേരിപ്പിച്ചു. അയാളുടെ മോഹന വാഗ്ധോരണിയിൽ അവർക്ക് വഴിതെറ്റി. അവളുടെ ബുദ്ധി കെട്ടുപോയി. ലക്ഷ്യങ്ങൾ മറന്നുപോയി. അച്ഛനെയും അമ്മയെയും മറന്നു. അവൾക്കെല്ലാം അയാളായി. അയാൾ മാത്രം. അവസാനം കാണാത്ത അയാൾ എന്ന ലക്ഷ്യത്തിലേക്ക് അവൾ പ്രയാണം ആരംഭിച്ചു. ഒരിക്കലും ഇനി തിരിച്ചു വരാനാവില്ല എന്ന അറിവില്ലാതെ. ജൂഡ് ആന്റണി ഇന്നും ഫേസ്ബുക്കിലാണ്. അവൻ അതിൽ നിന്നൊന്ന് ഇറങ്ങിയാലല്ലേ സ്വകാര്യമായി സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ഷൈനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവൻ ഇങ്ങനെയാണ്. എപ്പോൾ നോക്കിയാലും സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ചുറ്റും നടക്കുന്ന ഒന്നും അറിയുന്നില്ല. കോളേജിൽ പഠിക്കുമ്പോൾ എന്ത് ആക്റ്റീവായിരുന്നു. ഫുട്ബോൾ, ക്രിക്കറ്റ്, പാട്ട്, ഡാൻസ്, ഒരു ചിന്ന സ്റ്റാർ തന്നെ. അവനെ നോട്ടമിട്ട് ചുറ്റിപ്പറന്ന മണിശലഭങ്ങളെ ആട്ടിപ്പായിച്ചുകൊണ്ട് ഒരു വിധമാണ് ഷൈനി അവൻ്റെ അടുത്ത് കൂടിയത്. പിന്നെ വിട്ടിട്ടില്ല. സാറാ ജോൺ പറയും, വിടണ്ട, മുറുകെ പിടിച്ചോ. പുളിങ്കൊമ്പാണെന്ന പഴയ ഡയലോഗൊന്നും പറയുന്നില്ല. പക്ഷെ ആള് ബേസിൽ ആന്റണി എന്ന പണച്ചാക്കിന്റെ ഒറ്റ മോന. എന്തൊക്കെ ബിസിനസ്സുകളാ കക്ഷിക്ക്. ഇനി ഈ ചെക്കൻ വേണ്ടേ എല്ലാം നോക്കി വലുതാക്കാൻ. നിന്റെ ലൈഫ് സെറ്റായിടി. അങ്ങനെ ഒരുവിധം അവന്റെ മനസ്സിൽ കയറി സെറ്റാക്കിയതാണ്.
ഇനിയിപ്പൊ അവൻ വേറെ വല്ല കുരുത്തം കെട്ടവളെ മനസ്സിൽ കെട്ടിയോ? ഏതവളായാലും കൊല്ലും ഞാൻ. കുറെ ദിവസം കഴിഞ്ഞിട്ടാ ആളെ ഒന്ന് ഫോണിൽ കിട്ടിയത്. കാണാത്തതിന്റെയും വിളിക്കാത്തതിന്റെയും പരിഭവം ഒന്നും മിണ്ടാതെ കേട്ട് കഴിഞ്ഞപ്പോ അവൻ ചോദിച്ചു, നിനക്ക് ഈ ടൗണിലെ നല്ല ഐ സ്പെഷ്യലിസ്റ്റ് ആരാന്നറിയാമോ? അവന്റെ കണ്ണുകൾക്ക് വല്ലാത്ത വീക്കം, വേദനയും ചുവപ്പുമുണ്ട്. തുടർച്ചയായ ഗാഡ്ജറ്റ് ഉപയോഗം കണ്ണിന്റെ പേശികളെ വല്ലാതെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു. വിശ്രമം വേണം. അവളും മറ്റെല്ലാവരും അവനെ ഉപദേശിച്ചു. കുറെ ദിവസം അതെല്ലാം അനുസരിച്ചു. പക്ഷേ അവന് തോന്നി തുടങ്ങി മറ്റെന്തോ മാറാവ്യാധി അവനെ പിടികൂടിയിട്ടുണ്ടെന്ന്. പിന്നെ അതെന്താണെന്നറിയാൻ ഗൂഗിളിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എന്ന് വേണ്ട എന്തൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആൾക്കാരുമായി സംവദിക്കാമോ അതെല്ലാം അവൻ തേടിക്കൊണ്ടിരുന്നു. സാവധാനം ജൂഡിന് തോന്നി തുടങ്ങി, അവനൊരു സാധാരണ മനുഷ്യനല്ല. ഷൈനി പറയുന്നതല്ല ശരി, അമ്മ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. പപ്പ പറഞ്ഞ പോലെ ബിസിനസ് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാറുന്നതല്ല തന്റെ പ്രശ്നം. ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള പല മനുഷ്യർക്കുമുള്ള പലതരം അസുഖങ്ങൾ തനിക്കുമുണ്ട്. അവയ്ക്കുള്ള ചികിത്സ എന്തൊക്കെയാണെന്നായി അവന്റെ പരിശോധന. സാവധാനം എല്ലാവരും തിരിച്ചറിഞ്ഞു, ജൂഡ് ഒരു മാനസിക രോഗിയാവുകയാണ്. ഫേസ്ബുക്കിൽ അവൻ കണ്ടെത്തിയ ഫ്രണ്ട് ലിസ്റ്റ് വളരെ നീണ്ടതായിരുന്നു. എല്ലാവർക്കും എന്തെല്ലാം രോഗങ്ങൾ. അത് പരിശോധിച്ച ഡോക്ടർക്ക് പക്ഷെ ചിരി വന്നു. അവർ പറയുന്നതൊന്നും രോഗമല്ല, അവർക്ക് ശരീരത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ചുറ്റുപാടുമുള്ളവരെ കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ മാത്രമാണ് അതെല്ലാം. അവരെല്ലാം രോഗികളല്ല. പക്ഷേ ജൂഡ് അതെല്ലാം രോഗാവസ്ഥയാണെന്ന് തെറ്റിദ്ധരിച്ചതാണ് കുഴപ്പം. തുടർച്ചയായ കൗൺസിലിംഗ് വഴിയും ഷൈനി തുടങ്ങിയ കൂട്ടുകാരുടെ സാമീപ്യം വഴിയും അവൻ കുറച്ചൊക്കെ നോർമൽ ആയെങ്കിലും ഒരു വിട്ടുമാറാത്ത ഭയം അവനെ പിടികൂടിയിരുന്നു. വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ അടുത്ത് കിടന്ന ഭാര്യയുടെ ഉച്ഛ്വാസവായുവിൽ ചൂട് കൂടുതലാണെന്ന തിരിച്ചറിവ് അവൾക്കൊരു ടാബ്ലറ്റ് എടുത്തു കൊടുക്കാൻ അലമാര തുറക്കുന്ന അവന്റെ മുഖഭാവത്തിൽ ആ ഭയം കാണാമായിരുന്നു. എന്തിനോടൊക്കെയോ ഉള്ള അകാരണമായ ഭയം, അവനെ വരിഞ്ഞു മുറുക്കിയ ഭയം. അതൊരിക്കലും അയാളെ വിട്ടുപോകില്ല. നന്ദി, നമസ്കാരം.